കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളിക്കാൽ 30-ാം മൈലിൽ അപകടാവസ്ഥയിലായിരുന്ന മരത്തിനു ചുറ്റും കെട്ടിയ സംരക്ഷണ ഭിത്തി കൂടി തകർന്നതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ. എംഎൽഎയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതോടെയാണ് മരം മുറിച്ചു മാറ്റാൻ അടിയന്തര നടപടികൾ ആരംഭിച്ചത്. ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും. ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. പള്ളിക്കാലിൽ 30-ാം മൈലിൽ 100-ലധികം വർഷം പഴക്കമുള്ള ഈ മരം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്നു. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് സമീപത്തെ കെട്ടിടങ്ങൾക്കും വൈദ്യുതി ലൈനിനും മാത്രമല്ല, തിരക്കേറിയ തളങ്കര പാതയിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാർക്കും റെയിൽവേ ലൈനിനും ട്രെയിനുകൾക്കും ഉൾപ്പെടെ വലിയ ഭീഷണിയായിരുന്നു. ദിവസേന സ്കൂൾ വിദ്യാർത്ഥികളും മദ്രസ കുട്ടികളും നടന്നുപോകുന്ന റോഡിന് സമീപം കൂടിയാണ് മരമുള്ളത്. ഒരു മാസം മുൻപ് കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മരത്തെ സംരക്ഷിച്ചിരുന്ന കോൺക്രീറ്റ് മതിൽ ഭാഗികമായി തകരുകയും ചെയ്തതോടെ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചു. ഇപ്പോൾ വേരുകൾ പുറത്തേക്ക് തള്ളി മതിൽ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. ഇതോടെയാണ് അധികൃതർ വിഷയത്തിൽ ഇടപെട്ടത്. എംഎൽഎയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതോടെയാണ് മരം മുറിച്ചു മാറ്റുവാൻ ഇപ്പോൾ അടിയന്തര നടപടികൾ ആരംഭിച്ചത്. ഇതോടെ വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആശങ്കയ്ക്കാണ് പരിഹാരമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.